വിശദമായ ചില റിപ്പോർട്ടുകളിലേക്കാണ്. അസമിൽ കൽക്കരി ഖനിക്കുള്ളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരണം 4ആയി. ദിമ ഹസാവോ ജില്ലയിലെ ഉമറാങ്സോ മേഖലയിലുള്ള ഖനിയിൽ കഴിഞ്ഞ 48 മണിക്കൂറുകളായി രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. 10ഓളം പേർ ഇനിയും ഖനിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. അസമിലെ ദിമ ഹസാവോ ജില്ലയിലെ ഉമറാങ്സോ മേഖലയിലുള്ള ഖനിയിൽ തിങ്കളാഴ്ച രാവിലെയോടെയാണ് വെള്ളം കയറിയത്. അപ്രതീക്ഷിതമായുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മൈനിംഗ് തൊഴിലാളികൾ കുടുങ്ങുകയായിരുന്നു. 300 അടിയോളം താഴ്ചയുള്ള ഖനിയിൽ 100 അടി താഴ്ചയിൽ വരെ വെള്ളം നിറഞ്ഞതാണ് രക്ഷാദൗത്യത്തിൽ വെല്ലുവിളിയായത്. മോട്ടോറുകൾ ഉപയോഗിച്ച് ഖനിയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞാണ് നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇന്ത്യൻ സൈന്യവും SDRF, NDRF സേനാംഗങ്ങളും 21 പാരാ ഡൈവർമാരും ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിലുണ്ട്. അസം മേഘാലയ അതിർത്തിയോട് ചേർന്നാണ് അപകടം സംഭവിച്ച കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത്. തൊഴിലാളികൾ റാറ്റ് ഹോൾ മൈനിംഗ് രീതി പിന്തുടർന്നതാണ് അപകട കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. യന്ത്രസഹായമില്ലാതെ മൺവെട്ടിയും കുന്താലിയും ഉപയോഗിച്ച് ചെറിയ ദ്വാരമുണ്ടാക്കി അകത്തു കടക്കുകയും കൽക്കരി നിക്ഷേപം കാണുന്നതുവരെ കുഴിച്ചു ചെല്ലുന്നതുമായ അപകടകരമായ ഖനന രീതിയാണിത്. ഇന്ത്യയിൽ നിരോധിച്ച ഖനന രീതിയാണ് റാറ്റ് ഹോൾ മൈനിംഗ്. അതേസമയം അപകടം സംഭവിച്ചത് അനധികൃത കൽക്കരി ഖനനം നടന്നിരുന്ന മേഖലയിലാണെന്നും ആരോപണമുണ്ട്. നിയമവിരുദ്ധമായി ഖനി പ്രവർത്തിച്ചതിനും നിരോധിത ഖനന രീതി പിന്തുടർന്നതിനും ഒരാളെ അറസ്റ്റ് ചെയ്തതായി അസം സർക്കാർ അറിയിച്ചു. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.